ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3-4 ദിവസമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡേ ടു ഡേ ലൈഫിൽ കുറച്ച് വ്ളോഗായിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് എൻ്റെ ടേബിളൊക്കെ ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലൈറ്റർ കളേഴ്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വൈറ്റ്, ലൈറ്റ് പിങ്ക് ആ ഒരു തരം യാൻസൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന് ഇപ്പോൾ അഴുക്കായിട്ടുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് പൊടി പിടിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഫുള്ളി ക്ലീൻ ചെയ്തിട്ടായിരിക്കും ഞാൻ എപ്പോഴും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇതേപോലെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലും അതേ കണക്ക് തന്നെ ഇപ്പോഴും ഭയങ്കര യൂസ്ഫുൾ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഡെയിലി നമുക്ക് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റ് ടൈമിന് തന്നെ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് എല്ലാം ഇതേ കണക്ക് പ്ലാൻ ചെയ്തായിരിക്കും ഞാൻ പോകുന്നത്. അപ്പം ഇന്ന ഡേറ്റിന് കൊടുക്കാൻ വേണ്ടിയുള്ളത് ഇന്ന ദിവസം തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഞാൻ ഉറങ്ങത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ 2 ആക്രിലിക് ക്യാനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിങ്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ്. ഇന്നത്തെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവർ ബൊക്കേറ്റാണ്. അപ്പോൾ എല്ലാ ബൊക്കേറ്റ് പോലെ ഫ്ലവേഴ്സ് മാത്രമുള്ളതല്ല, ഇതിനകത്തൊരു അമിഗുരുമയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള മോഡൽ ചെയ്യാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് കസ്റ്റമറിന് വേണ്ടുന്നത് വന്നിട്ട് ഒരു പെങ്കിനും ഒരു ക്യാറ്റുമാണ്. അപ്പോൾ അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിരുന്നു പറഞ്ഞത്. പിന്നെ ആകെയുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് തീം ആയിരിക്കണമെന്നായിരുന്നു. കസ്റ്റമറിൻ്റെ സിസ്റ്ററിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ബൊക്കേറ്റ്. ഏകദേശം ഈ ഒരു പിൻട്രസ്റ്റിൽ കണ്ട ഈ ഒരു ഇമേജ് പോലെയാണ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇത്രയും ഫ്ലവർ ആഡ് ചെയ്യേണ്ട, ആ ബഡ്ജറ്റിനനുസരിച്ചാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ലില്ലി ഫ്ലവറും ഒരു റോസ് ഫ്ലവറും പിന്നെ 2 മിനി അമിഗുരുമിയുടെ അതും കൂടെ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. പിന്നെയുള്ള ഫ്ലവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലില്ലി ഫ്ലവർ, ഈ ഒരു പിങ്ക് വൈറ്റ് ലില്ലി ഫ്ലവറാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ഒരു വൈറ്റ് കളേഴ്സും കൂടെ ചേർന്നിട്ടുള്ള യാൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു തീമിലോട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ബൊക്കെ ഷീറ്റും ഞാൻ ഉദ്ദേശിക്കുന്നത് പിങ്ക് കളറാണ്. പിന്നെ ഇതിൻ്റെ ഹുക്ക് സൈസ് വന്നിട്ട് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് 3 ആണ്. അല്ലെങ്കിൽ 3.5 3 ഇട്ട് നമുക്ക് അതിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാറ്റാണ്. അപ്പോൾ ആ ക്യാറ്റിനെ എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് ഹലോ കിറ്റി മോഡലിൽ ചെയ്യാമെന്നാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്യൂട്ടറായിട്ട് ചെയ്യാം. ലൈക്ക് ഒരു ബോയൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ആ ഒരു ഹലോ കിറ്റി തീമിലാണ് ഈ ഒരു മിനി അമിഗുരുമി ചെയ്യുന്നത്. പിന്നെ ഒരു പെങ്കിനും കൂടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹലോ കിറ്റി ചെയ്യാം. പിന്നെ ഈ ഒരു ഹലോ കിറ്റിയുടെ ഇത് ഭയങ്കര ഈസിയാണ്. അത് കണക്ക് തന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് ബേസിക്കായിട്ട് വരുന്ന സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്രോഷറ്റും ഇൻക്രീസും ഡിക്രീസും മാത്രമേ വരുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ലാസ്റ്റിലെ 2 റൗണ്ട് ഞാൻ നീഡിൽ വെച്ചിട്ടായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഗ്യാപ്പ് കുറഞ്ഞു കിട്ടും നമുക്ക് നീഡിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇത് കണക്ക് ഡിക്രീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ. പക്ഷേ ഹുക്കിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ ഇത് വരും. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹുക്കിട്ടിട്ട് ക്ലോസ് ചെയ്താലും ഇതേപോലെ കുറച്ചുകൂടെ ഫിനിഷിങ് വരും. ഇനി ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പെങ്കിൻ്റെയാണ്. പക്ഷേ ഞാൻ ചെയ്തു വന്നപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വന്തമായിട്ടായിരിക്കും പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പെങ്കിൻ ചെയ്തു വന്നപ്പം ഫുൾ കുളമായിപ്പോയി. അപ്പം ഈ ഐസിൻ്റെ പോർഷനിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി സ്റ്റിച്ച്. അപ്പം പിന്നെ ഞാൻ ഒന്നുകൂടെ പാറ്റേൺ ഫുള്ള് ഒന്നുകൂടെ ഞാൻ എഴുതി അത് ഫുള്ള് ഇതാക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ ചെയ്തത് മൊത്തത്തിൽ ഇതായിപ്പോയതുകൊണ്ട് ഫുൾ അഴിക്കുകയാണ്.
ഈ മിസ്റ്റേക്ക് വന്നത് നമുക്ക് ഫസ്റ്റിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാനാണെങ്കിൽ ഇത് കണക്ക് ടി വിയും വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അത് ഫുള്ളി അതിൻ്റെ കോൺസെൻട്രേഷൻ പോയി. പിന്നെ ഞാൻ ഒന്നത് ചെയ്തപ്പോഴത്തേന് ഫുള്ള് ക്ലീനായിട്ട് കിട്ടി. അപ്പം ഇതേപോലെയാണ് നമ്മൾ പെങ്കിൻ്റെ ഇത് ചെയ്ത്. അത് കണക്കിന് ഈ ഒരു പോർഷൻ, ഒരു ഹെഡ് പോർഷൻ വേണ്ട മാത്രം ഞാനാണെങ്കിൽ ഈ ഒരു ഡബിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും ഞാൻ ഈ ഒരു പിങ്ക് കളേഴ്സ് മാത്രം വെച്ചിട്ടാണ് ബോട്ടം ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പെങ്കിനും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. പക്ഷേ എനിക്കൊന്ന് ഭയങ്കര ബിഗിനേഴ്സിന് ഇത് പറ്റും തോന്നില്ല. കാരണം കളർ സ്റ്റിച്ചിങ് വരുന്നതുകൊണ്ട് കുറച്ച് ടഫായിട്ട് തോന്നും. പക്ഷേ ഇത് എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചെയ്തേക്കുന്ന ഭയങ്കര സ്ക്വിഷി അങ്ങനെ ഇതായിട്ടുള്ളൊരു മോഡലായിട്ടാണ്. അപ്പം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് പോളിഫില്ലാണ് ഇൻസൈഡിൽ. പോളിഫിൽ അല്ലെങ്കിൽ ഫൈബർ ഫിൽ എന്നാണ് ഇതിന് പറയുന്നത്. എനിക്കും അത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സാധനം നമ്മൾ അതിനകത്ത് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഹലോ കിറ്റിയും പെങ്കിനും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടില്ല. ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് എംബ്രോയ്ഡറി വർക്ക് കൂടെ ഒക്കെ ചെയ്യാനുണ്ട്. ഇതേപോലെ നമുക്ക് ബോയും പിന്നെ നോസും ഇതൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അതൊക്കെ ലാസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് പെറ്റലാണ്. ഈ ലില്ലി ഫ്ലവറിൻ്റെ പെറ്റലാണ് ചെയ്യുന്നത്. ഇത് ഞാൻ എന്നും ചെയ്യുന്ന ഒരു പെറ്റലിൻ്റെ പാറ്റേൺ അല്ല. ഇത് ഞാൻ വേറൊരു മോഡൽ ചെയ്ത് നോക്കുകയാണ്. കുറച്ചുകൂടെ വിടുത്തുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതായിരിക്കും നമ്മുടെ മെയിനായിട്ട് നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വലുപ്പത്തിനാണ് ഈ ഒരു ലില്ലി ഫ്ലവർ ചെയ്തത്. പിന്നെ ഞാൻ പെങ്കിന് ഇതേപോലെ ബ്ലഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹലോ കിറ്റിക്ക് ആഡ് ചെയ്തിട്ടില്ല, പെങ്കിന് മാത്രമാണ്. പിന്നെ ഞാൻ ഈ ഒരു ഫ്ലവറിനകത്തും ഈ ഒരു കളർ ഇങ്ങനെ ഗ്രേഡിയൻറ്റ് പോലെ കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും സെയിം ബ്ലഷ് തന്നെ യൂസ് ചെയ്തിട്ടാണ്. നോർമൽ നമ്മുടെ മേക്കപ്പ് ബ്ലഷ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഇതിനാവശ്യമുള്ള എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ലില്ലി ഫ്ലവർ, റോസ്, ഹലോ കിറ്റി ആൻഡ് പെങ്കിൻ. അങ്ങനെ ഫസ്റ്റ് തന്നെ ഈ ഒരു ലില്ലി ഫ്ലവറാണ് കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് ഫുള്ള് ഞാൻ ഇതാണ് ഗ്രീൻ ഇതും ചുറ്റിയിട്ടുണ്ട്. പക്ഷേ ഹലോ കിറ്റിക്കും പെങ്കിനും ഞാൻ ചെയ്തിട്ടില്ല, അത് വെച്ചതേ ഉള്ളൂ ഞാൻ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു റോസാണ്. ഇതും ഭയങ്കര എളുപ്പമാണ്, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് കണക്ക് സെപ്പലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബൊക്കേറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ 2 കാര്യങ്ങളൂടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഈ ഒരു ചെറി പോപ്പ് ബാഗും പിന്നെ ഒരു സൺഫ്ലവർ ബൊക്കീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സൺഫ്ലവറും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും ഞാൻ സൺഫ്ലവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കണക്ക് ബാഗ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതിൻ്റെ ഒരു സ്ട്രാപ്പും കൂടെ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് ക്ലോത്തിങ്ങും കൂടെ കൊടുക്കണം. പിന്നെ നമ്മൾ ഇതുപോലെയാണ് ഈ ഗ്രീൻ യാൺ കൊണ്ട് ചുറ്റി എടുക്കുന്നത്. അത് കണക്ക് ഗ്യാപ്പൊന്നും വരാതെ വേണം നമ്മളിത് ചെയ്യാൻ. ഇങ്ങനെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നല്ല ബോറായിരിക്കും. അപ്പോൾ അത് ഫുള്ളി നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കണക്ക് ഫുള്ള് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് നമ്മൾ മാക്സിമം ഫോഴ്സ് എടുത്തിട്ട് വേണം ഇത് കണക്ക് ചുറ്റാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ, ഇത് കണക്ക് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ പവർ യൂസ് ചെയ്തിട്ട് വേണം ഇതാണെങ്കിൽ ഫുള്ള് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫുള്ള് പിങ്ക് തീം ആയതുകൊണ്ട് പിങ്ക് ബൊക്കെ വ്രാപ്പിങ്ങും കൂടെ നമ്മളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബൊക്കെ വ്രാപ്പിംഗ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നൊന്നും അല്ല വാങ്ങിച്ചത്, ഇവിടുത്തെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പോൾ അത് അവൈലബിൾ പോലും അല്ല ആ കടയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം. ഇതിലേതാണ് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമിഗുരുമി എന്നും കൂടെ കമൻറ്റ് ചെയ്ത് പറയണം.
ഇതാ കംപ്ലീറ്റ് ചെയ്ത ആ ഡേ തന്നെ ഞാൻ എല്ലാം വീഡിയോസും എല്ലാം എടുത്ത് കഴിഞ്ഞ് അതിന് ശേഷം പാക്ക് ചെയ്ത് ഞാൻ അയക്കാൻ പോവാണ്. കാരണം ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു. അപ്പം ഇത് ഫുള്ളി ഞാനാണെങ്കിൽ ഇതുപോലെയാണ് പാക്ക് ചെയ്യുന്നത്. അങ്ങനെ വേറെ കുറച്ച് പേരും കൂടെ എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് ഇതേപോലെ പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഫുൾ ബബിൾ റാപ്പാണ് ചെയ്യുന്നത്. ഫുള്ള് സേഫ് ആക്കിയിട്ടായിരിക്കും നമ്മളിത് കണക്ക് അയക്കുന്നത്. അപ്പോൾ ഒരു കേടുപാട് പോലും വരാത്ത രീതിയിലാണ്. ഈവൻ ബൊക്കെ ഷീറ്റ് പോലും നമ്മൾ ചുളുങ്ങത്തില്ലായിരിക്കും. അതേപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുള്ളും എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. അഡ്രസ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുത്തു. കാരണം കുറച്ച് ടൈമല്ലേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി കൊണ്ട് കൊടുത്ത് അതിന് ക്ഷീണം മാറ്റാനായി ഞാനൊരു ബോബയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് എത്തുന്നത്. സോ ഒരുപാട് പേര് മെസ്സേജും അതേ കണക്ക് തന്നെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാറ്റേൺസൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പം പറയുന്നത്. മെജോറിറ്റിയും ഇതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മളിപ്പോൾ ഒരു ക്രോഷറ്റിൻ്റെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ട്യൂട്ടോറിയൽസ് ശരിക്കും കിടപ്പുണ്ട്. അതേ കണക്ക് തന്നെ ബേസിക് സ്റ്റിച്ചസിന് പകരം ഒരു ഫുള്ളി പ്രൊഡക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു പൗച്ചാണെങ്കിൽ, ഇപ്പോൾ സ്മോൾ മിനി പൗച്ചസൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ലൈക്ക് ട്യൂട്ടോറിയൽസ് നോക്കിയിട്ട് ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫുള്ളി പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അടുത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ക്രോഷറ്റിനകത്ത് ലൈക്ക് ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ഇതാണെങ്കിൽ ട്രൈ ചെയ്യേണ്ടത്. നമ്മളൊരു മിഡ് പോയിൻ്റ് എത്തുമ്പോഴത്തേനാണ് നമ്മളിതേപോലെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പം ഒരുപാട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നമ്മൾ ക്യാറ്റാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് കാണും യൂട്യൂബിൽ, എവിടെയായാലും ഒരുപാട് കാണും. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു വീഡിയോ കാണുന്നതിന് വരെ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നിൽ എന്ത് പ്രൊഡക്റ്റ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഈവൻ ഇഫ് ട്യൂട്ടോറിയൽസ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു തത്തേനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊന്ന് 3 lakh വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ട്യൂട്ടോറിയൽസിലോ ഇൻസ്റ്റാഗ്രാമിൽ എവിടെ അതിൻ്റെ പാറ്റേൺസോ ഒന്നും അവൈലബിൾ അല്ല. അപ്പം ഞാനിതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കഴുത്തിൻ്റെ ഇവിടെ എത്തുമ്പോഴത്തേനും നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേനാണ് ബോഡിയും കൂടെ ആ ഒരു രീതിയിൽ എത്തിക്കാൻ പറ്റുന്നത്. നമ്മൾ ഇതേ കണക്ക് ഓരോന്ന് എഴുതി ലൈക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അത് റെഡി ആവോ ഇല്ലയോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ തത്ത ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ അഴിച്ചും പണിതൊക്കെ ചെയ്തിട്ടാണ് അത് അത്രയ്ക്കും ഞാനതൊരു പെർഫെക്ഷനിലോട്ട് എത്തിക്കാൻ എനിക്ക് പറ്റിയത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് തെറ്റിൽ നിന്നേ നമുക്ക് അതൊന്ന് കറക്റ്റാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ തവണ ചെയ്യുമ്പം ലൈക്ക് പൊട്ട സാധനമായിരിക്കാം. പിന്നെ നമ്മൾ രണ്ടാമത് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും മൈറ്റ് ബി അത് നല്ല ഇതായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമ്മളൊരിക്കലും ഈവൻ ഇഫ് ട്യൂട്ടോറിയൽസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം സ്വന്തമായിട്ട് ലൈക്ക് ആ ഒരു പിക്ചറിൽ കാണുന്ന കണക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേനും സ്റ്റിച്ചസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിംഗിൾ ക്രോഷറ്റ് ആണോ, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണോ, ഡബിൾ ക്രോഷറ്റ് ആണോ, ട്രിപ്പിൾ ക്രോഷറ്റ് ആണോ, ഇങ്ങനെ എല്ലാ സ്റ്റിച്ചസും നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. മെജോറിറ്റി ഓഫ് അമിഗുരുമീസ് ഒക്കെ സിംഗിൾ ക്രോഷറ്റും ഡിക്രീസും ഇൻക്രീസും അങ്ങനത്തെ ഒരു ഇത്രയും മാത്രമേ സ്റ്റിച്ചസേ നമുക്ക് അതിൽ വരത്തുള്ളൂ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് ബോബിൾ സ്റ്റിച്ചസ് പോലത്തെ ഉള്ള എന്തെങ്കിലും ആയിരിക്കും. ലൈക്ക് ഒരു ആംസും ലെഗ്സും അങ്ങനത്തെയൊക്കെ മാത്രമേ നമുക്ക് മെജോറിറ്റി ഓഫ് അമിഗുരുമീസിനകത്ത് വരത്തുള്ളൂ. അപ്പം ഇതേ കണക്ക് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ബോഡി ഇപ്പം വലുതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അതല്ല നമ്മളിപ്പോൾ അത് ഇപ്പോൾ കഴുത്തിലോട്ട് എത്തുമ്പോഴത്തേനും എന്തായാലും അത് ഷോർട്ട് ആക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഡിക്രീസാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്കിപ്പം വയറിന് ഇത്രയും ലെങ്ത് വേണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെയിം സ്റ്റിച്ച് തന്നെ ചെയ്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ഇൻക്രീസും ചെയ്യത്തില്ല, ഡിക്രീസും ചെയ്യത്തില്ല. ജസ്റ്റ് ഇപ്പോൾ 12 സിംഗിൾ ക്രോഷറ്റ് ആണ്, 12 സിംഗിൾ ക്രോഷറ്റ് മാത്രം ഇട്ടിട്ട് പോകുമ്പോഴാണ് ആ നീളം കൂട്ടുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോ രീതിയിലും പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് എത്തുമ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും ഇങ്ങനെ വീഡിയോസ് ട്യൂട്ടോറിയൽസ് കാണാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഡു സപ്പോർട്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.